ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജോസഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഇന്നലത്തോടു കൂടി. അതിൻ്റെ ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് വെച്ചിട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ കോളേജസിലും ഏത് റാങ്ക് വരെ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്, ഇനി ഏത് റാങ്ക് വരെയുള്ളവർക്കാണ് സാധ്യത എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ NIT കാലിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 271 വരെയാണ് പോയിട്ടുള്ളത്, OBC 133, EWS 479, SC ST വരുമ്പോൾ 298ഉം 415ഉം. അതുപോലെ NIT ട്രിച്ചി 348, 160, 73, 50, 38, NIT കുരുക്ഷേത്ര 1183, 566, 234, 260, 141. ഈ ഒരു രീതിയിലാണ് ഓരോ കാറ്റഗറിയിലെയും ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി കോളേജസിനെ പറ്റി പറയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്തത് SPA പറ്റിയാണ്. SPA ഡൽഹിയിൽ 205 ആണ് ഓപ്പൺ കാറ്റഗറി, OBC 261, EWS 207, SC STയിൽ 158ഉം 37ഉം. SPA ഭോപ്പാൽ 543, 467 OBC, EWS 323, SC STയിൽ 247ഉം 100ഉം. SPA വിജയവാഡ 678 ആണ് ഓപ്പൺ കാറ്റഗറി, OBC 413, EWS 383, SC ST എന്ന് പറയുമ്പോൾ 258ഉം 99ഉം. അപ്പോൾ ഇതാണ് 3 SPAസിലെയും ഒരു ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത്. ഇനി MNIT ജയ്പൂർ വരുമ്പോൾ 745, 397, 275, 286, 78 ആണ് ഓരോ കാറ്റഗറിയിൽ വരുന്നത്. MNIT ഭോപ്പാൽ 108, 1084, 576, 354, 306, 136. NIT ഹമീർപൂർ 1101, 592, 398, 272, 120. ഇതാണ് ഓരോ ഇതിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ NIT റൂർക്കേലയിൽ 439, OBC 236, EWS 147, SC ST 91, 46. IST ഷിബിൽപൂർ 1105, OBC 507, SC STയിൽ 259ഉം 93 ആണ് വരുന്നത്. മിസോറാം മൈസൂർ യൂണിവേഴ്സിറ്റി 1316, EWS 430, SC STയിൽ വരുമ്പോൾ 314ഉം 145ഉമാണ് ലാസ്റ്റ് റാങ്കുമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഒരു ലാസ്റ്റ് സെറ്റിലേക്ക് കിടക്കുമ്പോൾ VNIT നാഗ്പൂർ 803, 427, 349, 285, 143. NIT പട്നയിൽ 1106, 586, 357, 203, 159. NIT റായ്പൂർ 1111, 575, 218, 310, 14.